ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവലോസ് പൊടിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ അവലോസ് പൊടി തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് അവലോസ് പൊടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവലോസ് പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി ഞാൻ ആദ്യം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് പൊടിച്ചെടുത്ത് നമ്മൾ വറുത്തിട്ടാണ് ഈ പച്ചരി എടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പുട്ടുപൊടി എടുക്കാം. നല്ല ബ്രാൻഡ് നോക്കിയിട്ടുള്ള നല്ല പുട്ടുപൊടി എടുത്ത ശേഷം നമുക്ക് അവലോസ് പൊടി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അവലോസ് പൊടി റെഡിയാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി എടുത്താലും മതി. അതാവുമ്പോൾ നമുക്ക് വാവട്ടമുള്ള പാത്രം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള അരിപ്പൊടി നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ അരിപ്പൊടിയും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ പൊടിക്ക് 1.25 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ടൈപ്പ് സ്പൂണിന് 1.25 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഞാനിപ്പോൾ 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് തേങ്ങ എത്ര കൂടുതൽ എടുക്കണോ അത്ര ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങ എത്ര കൂടുതൽ എടുത്താലും അത്രയും നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈവച്ച് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. തേങ്ങയൊക്കെ നന്നായിട്ട് തിരുമ്മിയെടുത്ത് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് കൈവച്ച് നന്നായിട്ടൊന്ന് വെച്ച് അരമണിക്കൂർ നേരം നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ തേങ്ങയും അരിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരമണിക്കൂർ നേരം മാറ്റി വെക്കുന്നത്. ഇപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. വറുക്കുമ്പോൾ നമ്മൾ താഴത്ത് നിന്ന് മുകളിലേക്ക് നന്നായിട്ട് പൊക്കിയെടുത്ത് വറുത്തെടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് പൊക്കിയെടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുന്നത്. അവലോസ് പൊടി വറുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ മുതലേ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് നമ്മൾ ലാസ്റ്റ് വരേക്കും ഇളക്കി കൊടുത്തുകൊണ്ടേ തന്നെ ഇരിക്കണം. അപ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ കഴിച്ച് കുറച്ച് വേദനിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. എന്നാലും നമ്മളത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അവലോസ് പൊടി വൈകുന്നേരം സമയങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ പഴം കൂട്ടി കഴിക്കുമ്പോഴേക്കും അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കാൻ വേണം. ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അധികം നേരം മിക്സ് ചെയ്യേണ്ട വരില്ല. ഇപ്പം നമ്മുടെ ഇവിടെ നല്ലൊരു മണമാണ്. അരിപ്പൊടി വറുത്ത തേങ്ങയും അരിപ്പൊടിയും ജീരകവും എല്ലാം കൂടി മിക്സായിട്ട് നല്ല വറുത്ത് വന്ന് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് ഈ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അവലോസ് പൊടി റെഡിയായി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്കിത് വറുത്ത ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ജീരകം നമ്മുടെ അവലോസ് പൊടിയിലെ ജീരകത്തിൻ്റെ ടേസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകമാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അവലോസ് പൊടി നമുക്ക് നിരത്തിയിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മുറമാണെങ്കിൽ മുറത്തിൽ നമുക്കൊരു പേപ്പർ വിരിച്ച ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ചൂടാറി കിട്ടും. ഇപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടിയിട്ടുണ്ട്.
അവലോസ് പൊടി നന്നായിട്ട് ചൂടാറിയ ശേഷം ഈർപ്പമില്ലാത്ത നല്ലൊരു ബോട്ടിലാക്കി നമുക്കിത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യം പോലെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.